ആകെയുള്ള 543 അംഗങ്ങളിൽ 251 പേരും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവർ. 2019 ഇത് 233 അംഗങ്ങൾ, അതായത് 43% എന്ന കണക്കിലായിരുന്നു. 2014 185 പേർ 34%, 2009 162 പേർ 30%, 2004 125 പേർ 23%. കണക്കുകൾ കുത്തനെ ഉയരുകയാണ്. എല്ലാവർക്കുമെതിരെ രാഷ്ട്രീയ കേസുകൾ മാത്രമല്ല, ഇവരിൽ 170 പേർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. ബലാത്സംഗം, കൊലപാതകം, കൊലപാതക ശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ എന്നിങ്ങനെയുള്ള 1-ാം ഡിഗ്രി കുറ്റകൃത്യങ്ങൾ. ഈ ഗുരുതര കുറ്റകൃത്യങ്ങൾ ചുമത്തിയവർ 2009 76 പേർ മാത്രമായിരുന്നു. അത് 2014 ആകുമ്പോൾ 112 പേർ എന്ന നിലയിലേക്ക് കുത്തനെ ഉയർന്നു. 2019 ഈ കണക്ക് 159 പേർ എന്ന നിലയിലായി. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളുള്ളവർ 15 പേർ. ഇതിൽ 2 പേർ IPC സെക്ഷൻ 376 പ്രകാരം ബലാത്സംഗ കുറ്റകൃത്യത്തിന് നടപടികൾ നേരിടുന്നു. 4 നിയുക്ത MP-മാർക്കെതിരെ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. 43 പേർക്കെതിരെ വിദ്വേഷ പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. തങ്ങൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് വെളിപ്പെടുത്തിയ 27 നിയുക്ത MP-മാരുണ്ട് പുതിയ സഭയിൽ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302-ാം വകുപ്പ് പ്രകാരം കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവർ 4 പേർ. IPC 307 പ്രകാരം കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട 27 പേർ ശിക്ഷിക്കപ്പെട്ടു. BJP 94, കോൺഗ്രസ് 49, സമാജ്വാദി പാർട്ടി 21, തൃണമൂൽ 13, DMK 13, തെലുങ്ക് ദേശം പാർട്ടി 8, ശിവസേന ഷിൻഡെ വിഭാഗം 5. ക്രിമിനൽ കേസുകളിലെ പാർട്ടി ഷെയർ കണക്കുകൾ ഇങ്ങനെ പോകുന്നു. ഗുരുതര ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട നിയുക്ത MP-മാരെ സഭയിലേക്ക് അയച്ച പാർട്ടികളുടെ പട്ടിക ഇങ്ങനെ: BJP 63, കോൺഗ്രസ് 32, സമാജ്വാദി പാർട്ടി 17, തൃണമൂൽ 7, DMK 6, തെലുങ്ക് ദേശം പാർട്ടി 5, ശിവസേന ഷിൻഡെ വിഭാഗം 4. ആകെ 88 ക്രിമിനൽ കേസുകളാണ് ഇടുക്കി നിയുക്ത MP-യും സിറ്റിംഗ് MP-യുമായ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനുള്ളത്. ഇക്കുറി ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭയിലെത്തുന്ന അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ എന്ന റെക്കോർഡ് ഇതാണ്. 2-ാം സ്ഥാനത്ത് 47 ക്രിമിനൽ കേസുകളുമായി വടകരയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത MP ഷാഫി പറമ്പിലാണുള്ളത്. കേരളത്തിൽ നിന്നുള്ള നിയുക്ത MP-മാരിൽ പലർക്കും നിലവിൽ ക്രിമിനൽ കേസുകളുണ്ട്. എന്നാൽ ഇവയിലേറെയും രാഷ്ട്രീയ സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണ്. പട്ടികയിൽ 3-ാമതുള്ള തെലങ്കാനയിലെ മൽക്കാജ്ഗിരിയിൽ നിന്നുള്ള BJP അംഗം യെറ്റല രാജേന്ദ്രക്ക് ആകെയുള്ളത് 45 കേസുകളാണ്. പൊളിറ്റിക്കൽ ഡെസ്ക് 24.